1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. നമ്മളിപ്പോൾ കാണുന്നത് കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാതയുടെ നിർമ്മാണത്തിലെ നിർണായക ഘട്ടം കടക്കുകയാണ്. നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള നിർണായക ഘട്ടം തുടങ്ങുകയാണ്. പദ്ധതിയുടെ പ്രധാന ഘട്ടം എന്ന് നമുക്ക് പറയാം അത് പാറ തുരക്കലാണ്. ബ്ലാസ്റ്റിംഗ് പ്രവൃത്തികൾ ആരംഭിക്കാൻ പോകുന്നു. അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിട്ടുണ്ട്. 2134.5 കോടി രൂപ വിനിയോഗിച്ചാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണം. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ് ഇതിന്റെ ഈ തുരങ്കപാതയുടെ നിർമ്മാണ കരാർ നൽകിയിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ്. ഭോപ്പാൽ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ് ഇതിന്റെ മറ്റു പ്രവൃത്തികൾ നടക്കുന്നത്. ഓസ്ട്രേലിയൻ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കട്ട് ആൻഡ് കവർ എന്ന ഒരു സാങ്കേതിക രീതി ഉപയോഗിച്ചാണ് ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കാൻ പോകുന്നത്. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോഴിക്കോട്ടെ മറിപ്പുഴ ഭാഗത്ത് നിന്നാണ് പാറ തുരക്കൽ തുടങ്ങാൻ പോകുന്നത്. അതിനെ തുടർന്ന് അധികം വൈകാതെ തന്നെ വയനാട് ഭാഗത്തെ മേപ്പാടി ഭാഗത്തു നിന്നും പാറ തുരക്കൽ പ്രവൃത്തികൾ തുടങ്ങും. ഒരേ സമയത്ത് തന്നെ 2 ഭാഗങ്ങളിൽ നിന്നും തുരന്നാണ് ഈ ഇരു ധ്രുവങ്ങളിൽ നിന്നും ഈ തുരന്നു പോകുന്ന നിർമ്മാണ രീതിയാണ് അവലംബിക്കാൻ പോകുന്നത്. ഏതാണ്ട് 8.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു 4 വരി തുരങ്കപാതയാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾ ഒന്ന് എന്ന് നമുക്ക് ഈ പാതയെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം മലബാറിന്റെ സമ്പൂർണ്ണമായ വികസനത്തിന് സാധ്യമാക്കുന്നതും അതോടൊപ്പം വയനാടിനെ ഈ വികസന പാതയിൽ കണ്ണി ചേർക്കുന്നതുമായ ഒരു പാതയായി ഈ തുരങ്കപാത മാറാൻ പോകുന്നു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത അതിനുവേണ്ടിയുള്ള പാറ തുരക്കൽ പ്രവർത്തികളാണ് ഇപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. തിരുവമ്പാടി മറിപ്പുഴയിൽ ഈ പദ്ധതി പ്രദേശത്താണ് ഇപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഈ ചടങ്ങിൽ അധ്യക്ഷനാകും. ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ഇതിന്റെ ഒരു സമ്പൂർണ്ണമായ ആകാശ ദൃശ്യങ്ങളാണ്. എങ്ങനെയാണ് ഈ തുരങ്കപാത അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്ന മറിപ്പുഴ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അതിവേഗം ഈ കാർഷിക വിളകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയും. വയനാടിന്റെ കേരളത്തിന്റെ പൊതുവികസനത്തിലേക്ക് കണ്ണിച്ചേർക്കുന്ന ഒരു നിർണായക പാതയായി ഈ തുരങ്കപാത മാറാൻ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. മലബാറിനെ സംബന്ധിച്ച് മലബാറിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ നിറം നൽകുന്ന ഒന്നായി കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാത മാറാൻ പോകുന്നു. ഈ തുരങ്കപാത അവസാനിക്കുന്നത് മേപ്പാടി മീനാക്ഷിയിലാണ്. അവിടെയും നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 ഇടങ്ങളിൽ നിന്നും ഒരേ സമയം തുരന്ന് ഇതിന്റെ പാത നിർമ്മിക്കുക എന്നാണ് ഇതിന്റെ നിർമ്മാണ രീതി. ഓസ്ട്രേലിയൻ സാങ്കേതിക സംവിധാനമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കട്ട് ആൻഡ് കവർ തുരങ്കപാത പാറ തുരങ്കം നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിൽ അവിടെ സിമെന്റിന്റെ മിശ്രിതം പൂശി അത് അടയ്ക്കുന്ന കവർ ചെയ്യുന്ന കട്ട് ആൻഡ് കവർ എന്ന ഓസ്ട്രേലിയൻ നിർമ്മാണ രീതി ഉപയോഗിച്ചാണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ പോകുന്നത്. തുരങ്കപാതയുമായി ബന്ധപ്പെട്ട ധാരാളം ആശങ്കകൾ പരിസ്ഥിതിവാദികൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ പരിസ്ഥിതിക്ക് അനുയോജ്യമായ തരത്തിലും മണ്ണിടിച്ചിൽ പോലെയുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് വലിയ പ്രളയം അതുപോലെ തന്നെ ഉരുൾപൊട്ടലൊക്കെ അഭിമുഖീകരിച്ച സാഹചര്യത്തിൽ കാലാവസ്ഥ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ പാകത്തിനുമുള്ള നിർമ്മാണ രീതിയാണ് ഇതിനായി അവലംബിക്കുന്നത് എന്നാണ് അവകാശവാദം. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ നിർമ്മാണ രീതിയായ കട്ട് ആൻഡ് കവർ എന്ന സാങ്കേതിക രീതി ഉപയോഗിച്ചാണ് ഈ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത്. ഈ ഒരു വേദിക്ക് ഔദ്യോഗികമായ സ്വാഗത പ്രഭാഷണത്തിന് വേണ്ടി MLA ലിൻടൺ ജോസഫ് തിരുവമ്പാടി അദ്ദേഹത്തെ എത്രയും സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ കേരളത്തിന്റെ ഈ സ്വപ്ന പദ്ധതി കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റിലേക്ക് കടക്കുകയാണ്. 2025 ഓഗസ്റ്റ് 31-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുരങ്കപാത നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം അന്ന് നിർവഹിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഘട്ടം, അതായത് പാറ തുരക്കൽ എന്ന ബ്ലാസ്റ്റിംഗ് പ്രവൃത്തി അത് ആരംഭിക്കാൻ പോകുന്നു. അതിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം നിർവഹിക്കാൻ പോകുന്നത്. 4 വർഷം കഴിയുമ്പോഴേക്കും തുരങ്കപാത യാഥാർത്ഥ്യമാകും. മാത്രമല്ല മലബാറിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ നിറം നൽകുന്ന ഒന്നായി തുരങ്കപാത മാറാൻ പോകുന്നു. 4 വരി പാതയാണ് ഈ തുരങ്കം തുരന്നുകൊണ്ട് നിർമ്മിക്കാൻ പോകുന്നത്. ഒരേ സമയം 2 ഇടങ്ങളിൽ നിന്നും തുരങ്കം തുരന്നുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയായിരിക്കും ഉണ്ടാവുക. സ്വപ്ന പദ്ധതിയുടെ യാഥാർത്ഥ്യമാകുന്നതിന് ഘട്ടത്തിലേക്ക് നമ്മൾ പതിയെ അടുക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നു. ഔപചാരികമായ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കാൻ പോകുന്നു. ആദ്യ ബ്ലാസ്റ്റിംഗിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കാൻ പോകുന്നത്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ ചടങ്ങിൽ അധ്യക്ഷനാണ്. ഈ നാടിനു വേണ്ടി ഈ മഹനീയമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഈ ചടങ്ങ്
അധ്യക്ഷത വഹിക്കുന്നത് കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് അവറുകളാണ്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടുകൂടി ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങ് ധന്യമാക്കുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്ന കേരളത്തിൻ്റെ ആരാധ്യനായ വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവറുകളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ പ്രിയങ്കരായിട്ടുള്ള ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K രാജൻ, വയനാട് ജില്ലയുടെയും കേരളത്തിൻ്റെ പട്ടിക സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനായ ശ്രീ OR കേളു, അവരെല്ലാവരും അവരുടെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും അവർ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അവരെ ഏവരെയും അവരുടെ അസാന്നിധ്യത്തിലും ഈ മഹനീയമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയങ്കരനായ ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകുന്നതിനായി 2019-20 കാലഘട്ടത്തിൽ ഒന്നാം LDF ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ബഹുമാനപ്പെട്ട മുൻ MLA ശ്രീ ജോർജൻ തോമസിനോടൊപ്പം ബഹുമാനപ്പെട്ട ബിഷപ്പ് താമരശ്ശേരി രൂപതയുടെ ബഹുമാനായ ബിഷപ്പ് ബഹുമാനായ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവ് ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഈ നാടിൻ്റെ നിവേദനം സമർപ്പിക്കാനുള്ള നിവേദന സംഘത്തിൽ അംഗമായിരുന്നു. 4 പേരാണ് ആ സംഘത്തിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട മുൻ MLA ശ്രീ ജോർജൻ തോമസ്, ബഹുമാനപ്പെട്ട താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവ്, അന്നത്തെ തുരങ്കപാത സംരക്ഷണ സമിതിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ജോസ് മാത്യു, CPMൻ്റെ അന്നത്തെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന സഖാവ് T വിശ്വനാഥൻ. ഈ 4 പേരുമാണ് ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള ഒരു നിവേദനം സമർപ്പിക്കുന്നത്. അവരേവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രിയങ്കരനായ താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിൽ പിതാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് വേദിയിലുള്ള കിഫ്ബിയുടെ CD ആയിട്ടുള്ള പ്രിയപ്പെട്ട പുരുഷോത്തമൻ സാർ, പൊതുമരാമത്ത് സെക്രട്ടറി ശ്രീ K ബിജു IAS, നമ്മുടെ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ്റെ CE ശ്രീ രാജേഷ്, അതുപോലെ തന്നെ ചീഫ് എഞ്ചിനീയർ ശ്രീ അജിത് തുടങ്ങിയ മുഴുവൻ വ്യക്തിത്വങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഒരു നിയന്ത്രിതമായ പരിപാടിയായതുകൊണ്ട് നിയന്ത്രിതമായ ആളുകൾക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന നിലയിൽ 100 പേർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന നിലയിലാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തിയിട്ടുള്ളത്. വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ കോടഞ്ചേരി, തിരുവമ്പാടി പഞ്ചായത്തുകളുടെ പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇന്നത്തെ ഈ വേദിയിലുണ്ട്. അവരെ എല്ലാവരെയും അതോടൊപ്പം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന PWDയിലെയും കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ്റെയും ദിലീപ് ബിൽഡ്കോണിൻ്റെയും അതുപോലെ ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരും അവരുടെ ജീവനക്കാരും എല്ലാവരും ഇവിടെയുണ്ട്. അവരെല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹത്തോടുകൂടി അതിമനോഹരമായ നമ്മുടെ സ്വപ്നത്തിന് ചിറക് നൽകുന്ന ഈ മനോഹരമായ പദ്ധതിയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിങ്ങിൻ്റെ സ്വിച്ച് ഓൺ കർമ്മത്തിൻ്റെ ഈ മനോഹരമായ ചടങ്ങിലേക്ക് ഏവരെയും ഈ നാടിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആശംസ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.